സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വഴിയൊരുക്കിയതിൽ നിർണായക റോൾ എടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ്. സതീശന് അനുകൂലമായി സംസ്ഥാനത്തുണ്ടായ ജനവികാരം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിക്കാൻ പ്രിയങ്ക തയ്യാറായതോടെയാണ് പുനർവിചിന്തനത്തിനുള്ള സാധ്യത ആദ്യം തെളിഞ്ഞത്. കെ.സി. വേണുഗോപാലിന്റെ സ്വാധീനം തുടർന്നും തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായ നിലപാടെടുത്തതോടെയാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാകാനും വഴിയൊരുങ്ങിയത്. എം.കെ. ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷുക്കൂർ, അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകരായ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. ചർച്ചകൾ ആ ഘട്ടത്തിൽ തന്നെ വഴിതിരിഞ്ഞു പോയതുമാണ്. പക്ഷേ പിന്നീടത് വി.ഡി. സതീശന് അനുകൂലമായി ഉരുത്തിരിഞ്ഞു വരാൻ ഒരു പ്രധാന കാരണം പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടുകളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അറിയിച്ചതാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? ജിൽസി, പ്രിയങ്ക ഗാന്ധി ഈ ചർച്ചയിലോ മറ്റോ ഇടപെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. അവർ വയനാട് MP ആണെങ്കിലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് വന്ന ഘട്ടത്തിൽ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ ഒരു സ്വാഭാവിക ചോയ്സ് എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ സംസ്ഥാനത്തുയർന്ന പ്രതിഷേധങ്ങൾ സാഹചര്യം മാറ്റുമെന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായെങ്കിലും അതെല്ലാം തന്നെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതായത് സൃഷ്ടിച്ച ഒരു പ്രതിഷേധങ്ങളാണ് എന്ന രീതിയിലുള്ള ഒരു വിവരങ്ങളാണ് ഹൈക്കമാൻഡിനെ തേടിയെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം മറികടന്ന് കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സംസ്ഥാനത്തെ MLA-മാരുടെ അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച ശേഷവും കെ.സി. വേണുഗോപാൽ തന്നെ ഈ മുഖ്യമന്ത്രിയാകുമെന്ന സ്ഥിതിവിശേഷം ഡൽഹിയിൽ നിലനിന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ചില നിവേദനങ്ങളും മറ്റും ലഭിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ അതിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ചില സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചില സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അവർ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി. വയനാട്ടിൽ അവർക്കെതിരെ ഉയർന്ന പ്രതിഷേധം ഗാന്ധി കുടുംബത്തോട് കേരളത്തിനുള്ള പ്രത്യേക സ്നേഹം തന്നെ ഇല്ലാതാക്കുമെന്നും പിന്നീട് അടുത്ത തവണ ഇവിടെ വയനാട് മത്സരിക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം അവരെ അറിയിക്കാനും അത് അവരുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു. ഇതവർ ഗൗരവമായി എടുത്തു. പിന്നീടാണ് അവർ സോണിയാഗാന്ധിയെ കാണുന്നതും കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അപകടകരമാണെന്നും ഗൗരവത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് സോണിയാഗാന്ധി A.K. ആന്റണിയുമായി ബന്ധപ്പെടുന്നു. അതിനുശേഷം കൂടുതൽ ആശയവിനിമയങ്ങൾ അവർ നടത്തുന്നു. അവർ ഹൈക്കമാൻഡിന് മുന്നിൽ, അതായത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെക്കും മുന്നിലുള്ള വിവരങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ കേരളത്തിലുണ്ടെന്നും അത് സവിശേഷമായി പഠിക്കപ്പെടേണ്ടതുണ്ടെന്നും തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പലരുമായും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു സാഹചര്യം കോൺഗ്രസിൽ സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നീടാണ് കൂടുതൽ 10ഓളം നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. അവിടെയും ഭൂരിപക്ഷം കെ.സി. വേണുഗോപാലിനായിരുന്നെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഫീഡ്ബാക്ക് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി പ്രത്യേകമായി കേരളത്തിൽ വിളിക്കുന്ന ആളുകളിൽ നിന്നുമായി വന്നതോടുകൂടി കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യം കൃത്യമായി ബോധ്യമായതോടുകൂടിയാണ് തീരുമാനം വി.ഡി. സതീശനിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലെല്ലാം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും പരമാവധി ആളുകളോട് സംസാരിക്കുകയും സോണിയാഗാന്ധിക്ക് അത്തരം കാര്യങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തതിൻ്റെ കൂടി ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തീരുമാനിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ശരി, എം.കെ. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്.